സോ ഗൈസ് വെൽക്കം ബാക്ക് ടു വ്ളോഗ്സ്. നമ്മളിപ്പോൾ വീഡിയോസ് പോളിന് വന്നിട്ട് നമ്മൾ വേറെ വീഡിയോസ് ഒന്നിട്ടില്ല. ഇന്ന് എന്തായാലും ഒരു വീഡിയോ വരും. കാര്യം ഈ വീഡിയോ എടുത്തിട്ട് എന്ന് വരുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ അതേ പറഞ്ഞാൽ എനിക്കിതിൽ റീച്ച് കിട്ടാനോ എനിക്കിതിൽ പൈസ കിട്ടാനൊന്നും അല്ല. അതും പറഞ്ഞാൽ എനിക്കൊരു ഗാലറി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല നല്ല മെമ്മറീസ് ഒക്കെ ഒരു ഗാലറി കിടക്കുന്ന നേരത്തെ ഒരു ഫീൽ ഇല്ലേ. ഇതാകുന്ന നേരത്ത് ഡിലീറ്റായി പോകത്തുമില്ല, സ്റ്റോറേജ് ഫുൾ ആവത്തില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ ഈ നമ്മളിപ്പോൾ ഇത്ര നാളൊരു കമ്പനി അക്കോമഡേഷൻ ആയതാണ്. നമ്മൾ കമ്പനി അക്കോമഡേഷൻ കണ്ടോ, പുറത്തൊക്കെ നല്ല കിട്ടില്ല വ്യൂ ആണ്. ഞാൻ കുറേ സ്റ്റോറിയൊക്കെ ഇട്ടായിരുന്നു, നല്ല കിട്ടില്ല വ്യൂ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനി അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിവിടെ വേറെ കൂട്ടുകാരോട് വെച്ച് കിട്ടിയിട്ടുണ്ട്, കോട്ടയംകാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇവരായിട്ട് നമ്മൾ വേറെ സിറ്റിലായിട്ട് പോയി, വാർസോ സിറ്റിലായിട്ട് പോയി ഈ കമ്പനി നമ്മൾ ഇറങ്ങിയായിരുന്നു. അപ്പോഴേക്കും ഞാനിവിടെ വന്ന് അവനായിട്ട് കൂട്ടുകൂടിയത് നല്ല കാര്യമായിട്ട് ഭയങ്കരമായിട്ട് കൂട്ടുകൂടി അവനായിട്ട്. അപ്പോൾ വേറെ എനിക്ക് അങ്ങനെ വലിയ കമ്പനി ഒന്നും ഇടാം. അപ്പോൾ ഞാനപ്പോൾ അവൻ്റെ കൂടെ അങ്ങോട്ട് പോകാൻ നിർത്തും. എനിക്ക് അവിടെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ല. അപ്പോൾ ഞാൻ അവൻ്റെ ഒന്ന് വാർസോ സിറ്റിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ അവൻ താഴത്തൊരു ചായ കിട്ടിയിരിക്കണം. ഞാൻ അപ്പോൾ തന്നെ ഒരു ചായ കുടിക്കാൻ പോയിട്ട് നമുക്ക് വേറെ ഇവിടെ നിന്ന് പോവാം. ബസ്സിലാണ്ടോ പോകണം, നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റില്ല, ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ. ബസ്സും കയറല ആദ്യമായിട്ട് കയറണം. ഓക്കെ, എന്താവും നോക്കാം, നമുക്ക് എന്താ സ്കീം എന്നൊക്കെ. ഈ ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ്. നമ്മളിവിടെ അമലുണ്ട്, നമ്മളിവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ബോട്ടൊക്കെ എടുത്ത് കഴിഞ്ഞ് ബസ് സ്റ്റേഷനിലോട്ട് പോകണം. ബസ് സ്റ്റേഷനിൽ നിന്ന് എങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു 375 കിലോമീറ്റർ അടുത്തുണ്ട്. ഇച്ചിരി ലോങ് ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം എക്സ്പ്ലോർ ചെയ്യാം ബസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ, എന്താ മൂഡ്, എന്താ അവസ്ഥ എന്നൊക്കെ അറിയാൻ പറ്റും. ഫ്ലിക്സ് എന്ന് പറഞ്ഞാൽ പോകണം പോകണം. ഓക്കെ, അപ്പം ഞാൻ അടുത്ത സ്ഥലം അപ്പോൾ പേരെ കാണിച്ചാൽ പിടികിട്ടും, ആരും കാണിക്കണം. പാവം നല്ല മനുഷ്യരാട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ അമലുണ്ട്, ഞാനും കൂടി ഇപ്പോൾ ഇവിടെ ഫ്ലിക്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കയറാൻ വേണ്ടിയിരിക്കുന്നത്. സ്റ്റേഷനിലേക്കാണ്, സ്റ്റേഷനെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എവിടെയൊക്കെ കയറി ചെല്ലണമെന്നൊക്കെയാണ് ആ സാഹിബിനോട് വെച്ചാൽ പറഞ്ഞത്. എന്താ സ്ഥിതി എന്നൊന്നും അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ ഫ്ലിക്സ് ബസ്സിൽ കയറി നമുക്ക് എങ്ങനെയൊക്കെ പോലെ ഒരു 300 സംതിങ് കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മളിവിടെ ഉണ്ട്. ഇതാണ്ട് ഇവിടുത്തെ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ നോക്കിയാൽ എന്നാ മൂടാണെന്ന്. അയ്യോ, ഇടല സാധനം കേട്ടോ. നമ്മുടെ വലയിട്ട് മാൾട്ട പോലെയല്ല, നമ്മുടെ നാട്ടിൽ പോലും ഇല്ല. ഭയങ്കര ഡിഫറെൻ്റ് ആകാം. ഇനി ഇവിടെ എവിടെയൊക്കെ ഫ്ലിക്സ് ബസ്സും കാര്യങ്ങളൊക്കെ വന്നാൽ അറിയാൻ പല എന്താവുന്നു. നമ്മൾ നൈസായിട്ട് ഡ്രിങ്കും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, മൗണ്ടൻ ഡ്യൂസ്. അപ്പോൾ ഇനി ബസ് വരട്ടെ. സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദ ബസ് ബ്രോ. നമ്മൾ ഇതുപോലത്തെ ബസ്സിലാണെന്ന് അറിയാൻ പറ്റില്ല. ഇത് വേറൊരു ഫ്ലിക്സ് ആണ്, പക്ഷെ നമ്മൾ ബെർത്തില്ലാത്താണ് എടുത്തേക്കണം. നമ്മുടെ ചിലപ്പോൾ ബെർത്തില്ലാത്ത ഇത് നോക്കിയാൽ ബസ് എന്നാ മൂട് സാധനമൊക്കെ ഉള്ളേ. കൊള്ളാം, നൈസ്. നമ്മുടെ മുമ്പിൽ ബസ്സായി പറയാൻ പറ്റൂല. ഇതാണ് നമ്മുടെ സാധനം. അതെ ഗൈസ്, നമ്മുടെ ബസ് ഇതാണ്. ഹേ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ ബസ്സും കാര്യങ്ങളൊക്കെ കയറി. സത്യം പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ഞാൻ വിചാരിച്ചേക്കാളും നല്ല കംഫർട്ടബിൾ ഉണ്ട്. കാരണം ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം കുഴപ്പമില്ല. ഞാൻ ഓർത്ത് നമ്മുടെ നാട്ടിൽ ഇന്ത്യ ഫ്ലൈറ്റ് പോലെ ആയിരിക്കും. കാരണം എനിക്ക് അതൊക്കെ ഭയങ്കര കൺജസ്റ്റഡാണ്. നമ്മൾ ലെഗ് സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല. ഭയങ്കര ഇറിറ്റേറ്റിങ്ങിന് എന്തോ ഒരു സീൻ. ഇനി നമുക്ക് അവിടെ എത്താണ്ട് ഏകദേശം 4 മണിക്കൂറുണ്ട്. അവിടെ എത്താൻ നേരത്തെ അറിയാൻ പറ്റില്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കംഫർട്ടബിൾ ആയിരിക്കും. അതിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മൾ ഇനി റോസിൽ വന്ന് വാർസോയിലോട്ടാണ് പോകാൻ പോകണം. ഓക്കെ, ഗൈസ് സത്യം പറയല്ല, നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പോളണ്ട്. മാൾട്ട സത്യം പറഞ്ഞാൽ അത്യാവശ്യം വിൻറ്റേജ് സ്ഥലവും. പക്ഷേ പോളണ്ട് വെച്ചാണെങ്കിൽ ഇച്ചിരി പോസിറ്റീവും അതുപോലെ തന്നെ കുറേ പച്ചപ്പ് ഹരിതവും അതെല്ലാം ഉള്ള സത്യം നമ്മുടെ നാട് പോലെ തന്നെയാണ്. ഉള്ള പറയാം, നമ്മുടെ നാട് അത്യാവശ്യം വികസനമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്ട്രീം ലെവലാകും, നല്ല ഉറപ്പാണ്. പക്ഷേ നല്ല ആൾക്കാരും നല്ല പ്രകൃതിയും നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഇതുപോലത്തെ സ്ഥലമാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഗൈസ്, യൂറോപ്പിൽ. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ ഫൈനലി നമ്മളങ്ങനെ വാർസോ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ബിൽഡിങ് കാര്യങ്ങളൊക്കെ അടിപൊളി ബിൽഡിംഗ് ആണ്. എവിടെ ചെന്നാലും ഈ റോഡ് പണി ഇതൊക്കെ ഉള്ള കാരണം കുഴപ്പമില്ല എന്നാലും. പക്ഷേ ബ്ലോക്ക് ഇതുവരെ ഇല്ലായിരുന്നു കേട്ടോ. 3 മണിക്കൂർ ബ്ലോക്കിൽ. നമ്മൾ പിന്നെ നമ്മളപ്പോൾ വാർസോയിലെത്തി. വാർസോന്ന് ബസ്സൊക്കെ ഇറങ്ങി. ഇവിടെ നമ്മൾ ഇന്ത്യക്കാരമായ റൈറ്റ്സോ എന്നുള്ള സ്കീമൊക്കെ ഉണ്ട് കേട്ടോ. അറിയാൻ പറ്റില്ല എന്താവുന്നത്. ഏയില്ല പിന്നെ ഉള്ള പറഞ്ഞോളാം, അല്ലാണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അറിയാൻ പറ്റില്ല. അവർക്ക് എക്സ്പ്ലോർ എങ്ങനെ എക്സ്പീരിയൻസ് എന്താ മൂടുമെന്ന് അറിയാൻ പറ്റില്ല. ഓക്കെ, ഒരു അക്കോമഡേഷൻ എടുത്ത് നമ്മളെ ലഗേജസും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒരു കെബാബ് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ അമലു ട്രിപ്പുണ്ട്. ഇപ്പോൾ കെബാബ് റെഡി ആവട്ടെ. കെബാബ് റെഡി ആക്കിയിട്ട് നമ്മൾ കഴിച്ചിട്ട് നമ്മളിവിടെ നിന്ന് വിടാം. ഇവിടെ എത്തുന്നില്ല. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കിളിൽ ഊബർ ഓടിക്കാനുണ്ടോ, ഊബർ ഈറ്റ്സ് അത് ഓടിച്ച് സെറ്റാക്കണം. ഇന്നലെ കുറേ കാര്യങ്ങളും പറയാം. ഇന്നലെ കെബാബ് ഇട്ടൊക്കെ. ഈ കാഴ്ച നമ്മളിപ്പോൾ കെബാബൊക്കെ മേടിച്ച് അവിടെ കഴിക്കാൻ വേണം. 2 വലിയ ഊമ്പി കബാബുകൾ.
എന്താ അവസ്ഥ. അപ്പോൾ കഴിക്കട്ടെ. രാവിലെ ഒന്നും കഴിച്ചില്ല, കഴിക്കാം. ഫ്ലിക്സ് നൈസ് അല്ലായിരുന്നോ? അത് നൈസ് അല്ലായിരുന്നോ? അതിൻ്റെ അകത്ത് ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു നൈസ്. അപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഇത് വേറൊരു സായിപ്പ് പേർക്കൻ നൈസായിട്ട് അതിൻ്റെ അടിയിലായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ പറ്റാത്ത ഞങ്ങൾ ചെന്നില്ല. അവസരം അവിടെ ചെന്ന് നാണം കണ്ടെന്ന് പറഞ്ഞ് ചെന്നില്ല. എന്തായാലും കഴിയട്ടെ, സ്മെല്ലായിട്ട് വിട്ടുള്ള. അപ്പോൾ കഴിച്ചിട്ടേ ഓക്കെ. കബാബ കഴിച്ച് നമ്മളിങ്ങനെ നമ്മൾ അക്കോമഡേഷൻ ആയിട്ടാണ് വേണം. അക്കോമഡേഷൻ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ നാഷണാലിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒരു ജേണിയാണ്. അപ്പോൾ ആദ്യം കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ടാവും. സീനൊന്നുമില്ല. കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ നാഷണാലിറ്റി വേറെ വലിയ കുഴപ്പമൊന്നുമില്ലല്ലേ, നേരത്തെക്കാളും നല്ലതല്ലേ, നല്ല സമാധാനം. അതെ, നേരത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാത്തൊരു സീനായിരുന്നു. അത് ഞാൻ പുറത്ത് പറഞ്ഞ പ്രശ്നം. അത് വേറെ അത് വേറെ വീഡിയോ ഒന്നും അവിടെ വെച്ച് എടുക്കാൻ. ഓക്കെ. അപ്പോൾ കേസ് ഇപ്പോൾ പിന്നെയും പ്രശ്നമില്ല. ഇവിടെ പുറത്തൊക്കെ അത്യാവശ്യം സ്പേസ് എല്ലാവരും വലിയ സ്ഥലമില്ല. വലിയ കുഴപ്പമില്ല. വേണ്ട, സണ്ണൊക്കെ കണ്ടൊക്കെ ഇട്ടില്ലല്ലേ. അതെ, ഇവിടെ സൂര്യനടുത്താണോ? അല്ലേ, ഭയങ്കരമായിട്ട് വട്ടത്തിലുണ്ടല്ലേ. കണ്ടോ? അതെ, നല്ലൊരു ചൂടുണ്ട് കേട്ടോ. പട്ടിയായിട്ട് കുറച്ച് ചിക്സൊക്കെ കാണുന്നുണ്ട്. നൈസാണ്. അപ്പൊ ഇനി എന്താ പരിപാടി? ആലോചിച്ചോണ്ടിരിക്കുന്നു. നമ്മളങ്ങനെ കുറച്ച് നല്ലൊരു ചിക്കൻ പണായിരുന്നു. അരി മേടിക്കാനായിട്ട് വന്നതായിരുന്നു. പക്ഷെ അരി ഇല്ലല്ലോ മച്ചാനെ. കിട്ടിയോ? ഓ മാൻ, റൈസ്. ആഹാ, ബിയറൊക്കെ ഇരിപ്പുണ്ടല്ലോ അവിടെ. അങ്ങനെ നമ്മൾ കുറച്ച് ഒരു ഓയിലും നൈസായിട്ടൊരു കോള ചെറി ആൻഡ് വിത്ത് റൈസ് അതൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ പോറ്റിയുടെ എന്തുണ്ട്, മീൻ, അച്ചാറ്. ഇതെല്ലാം അവന്മാരാണ് നേരത്ത് തെണ്ടി പൊട്ടിച്ചില്ലെന്ന് പറയും. അതെ. അപ്പൊ അവൻ കുറെ നാളിട്ടൊരു ഇവിടെ വന്നിട്ട് 4-5 മാസമായില്ലേ. ഹൈഡാക്കി കുറച്ചാൾ ഓടിച്ച സാധനമാണ്. അപ്പൊ അത് ഇന്ന് പൊട്ടിക്കാൻ പോയാണ്. എന്താവെന്ന് അറിയാൻ പാലോ. ഓക്കെ. അപ്പൊ സണ്ണൊക്കെ പോയി. വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാ ഗൈസ്, ഇതാണ് ഇവിടത്തെ കറക്റ്റ് 9:30. അതായത് രാത്രി 9:30. ഇത് നോക്കണ്ടേ, സമയം കാണിച്ചു കൊടുത്താണെങ്കിൽ രാത്രി 9:30. ഫിൻലാൻഡിലൊക്കെ അവസ്ഥ ഞാൻ ആലോചിക്കായിരുന്നു. എന്റെ ദൈവമേ, കാണിച്ച് ഇത് നോക്കിയിട്ട് കറക്റ്റ് 9:30. അയ്യോ, കറക്റ്റ് 9:30. എന്താ അവസ്ഥ. രാവിലെ നേരത്ത് 4 മണി 4:10 നേരത്ത് സൂര്യൻ ഉദിക്കും. രാവിലെ 4:10 നേരത്ത് സൂര്യൻ ഉദിക്കും. പക്ഷെ ഒരു സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിന്റർ നേരത്ത് ഈ വെളിച്ചം പോലും ഉണ്ടാവൂല. ജസ്റ്റ് നട്ടുച്ചയ്ക്ക് ഒന്ന് ജസ്റ്റ് 1 മണിക്കൂർ 2-3 മണിക്കൂർ വന്ന സ്കീമാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയണത്. അത് സ്വാഭാവികമായിട്ട് യൂറോപ്യൻ കൺട്രീസ് മിക്കടുത്തും അങ്ങനെ. മാൾട്ട മാത്രം അങ്ങനെ ഇല്ലാതിരുന്നുള്ളൂ. മാൾട്ട എന്ന മരുഭൂമി വിട്ട് നമ്മളിഞ്ഞ് പച്ചപ്പിന്റെ ഹരിതാപത്തിന്റെ നടുക്കകത്ത് വന്നത് നോക്കണ്ടേ. ഈ പച്ചപ്പ് കണ്ടേ, ഈ ചെടിയാണ്. ഇങ്ങനെ ചെടി കണ്ട് എത്ര നാളെന്നറിയോ ഇതൊക്കെ നോക്കണ്ടേ. അവിടെയൊക്കെ മറ്റേ എന്താണ് ചെടി ഉണ്ടെങ്കിലും മൊത്തം നരച്ചിരിക്കുന്ന തല പോലെ ഇരുന്നു. ഇപ്പൊ ഉണ്ട് അവിടെ കണ്ടിട്ട് എന്താ അവസ്ഥ ഇതാ സീനില്ല. പക്ഷെ മാൾട്ട ഒരു കുറ്റം പറയണ്ട. മാൾട്ട എൻജോയ് ചെയ്യാനും പബ്ബും പാർട്ടി അടിപൊളി സ്ഥലം കിട്ടുന്ന പ്ലസ് നൈസ് പ്ലേസാണ്. ഫൈനലി നമ്മളിത് ഇതാണ് നമ്മുടെ കിച്ചൺ കാര്യങ്ങളൊക്കെ. അവിടെ വേറെ കിച്ചൺ ഉണ്ട്. നമ്മള് കൊള്ളാല്ലേ നമ്മളേ. നമ്മളങ്ങനെ എന്താളെ നാട്ടിൽ നിന്ന് മറ്റേ ഉണക്കമീനൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ അതൊക്കെ ഇവിടുത്തെ അരിയുണ്ട്. ഇവിടുത്തെ അരിയൊക്കെ ഇങ്ങനത്തെ സ്കീമാട്ടോ. പാക്കറ്റ് ഇട്ട് വരുന്ന വെള്ളത്തിൽ ചൂടാക്കുന്ന ഊറ്റിയൊന്നും വേണ്ട, നേരെ തിളച്ച് വന്ന് അരി ഇച്ചിരി വേണ്ട നേരത്തെ പാക്കറ്റ് ഇട്ട് ചോറായി കഴിക്കുന്നു. ഏത് മൂഡ്. അതെ, പിന്നെ കഴുകാൻ നിക്കണ്ട, ഇതായി നിക്കണ്ട. കറക്റ്റ് 100 ഗ്രാം വെച്ച് ഒരു പാക്കറ്റ് കിട്ടുകയും ചെയ്യും. ഏത് കറക്റ്റ്. എന്തായാലും ഇവിടെ മീൻ വറുക്കുണ്ട്. വറുത്തോണ്ട് നാട്ടിലെ മീൻ സാധനം സെറ്റ് ചെയ്തോണ്ടിരിക്കും. വറുക്കട്ടെ. അതെ, കുറെ പഞ്ചാബുകാരുണ്ട്, കുറെ ഭായിമാരുണ്ട്. സീനില്ല, ഓക്കെയാണ്. നേരത്തെ അക്കോമഡേഷനേക്കാളും അധികം മലയാളികളുടെ ശല്യമില്ലാത്തതുകൊണ്ട് ജീവിക്കാം. രാജ്യക്കാരാണ് തുർക്കിഷ്, അൽബേനിയ, പാകിസ്ഥാൻ, പഞ്ചാബ്, നൈജീരിയ. പഞ്ചാബ് രാജ്യമല്ലോ, സ്റ്റേറ്റ്. എന്തായാലും മലയാളികളുണ്ട്.
എൻ്റെ ഫോട്ടോ ഇതേ പറഞ്ഞ ഇവിടെ കേട്ടോ. ഓക്കെ ഇവിടെ നൈസാണ്. നീ തിന്നുമ്പോ കാണാം. ഓക്കെ തിന്നട്ടെ. ഹേയ് ഗായ്സ്, നമ്മുടെ ചോറൊക്കെ റെഡി ഉണ്ട്. ഉപ്പിലിട്ട മീൻ എന്നാ എന്നാ മീൻ? ഉണക്കമീൻ. ഉണക്കമീൻ. ഓ ഭയങ്കര പാട്ടാ. അതെ, അച്ചാറുണ്ട്. ഫ്രൈ കടിയാ കൊതിച്ചിരിക്കുക. ബൈ എന്നാ ബൈ.